ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് 3 ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ചൂടാക്കിയിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 മൈസൂർ പഴം ചെറുതായി കട്ട് ചെയ്തതും ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ സ്പെഷ്യലാക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങ ചിരവിയതും ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് വേണ്ടത്. ഇതിലേറെ കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേറെ ലൂസ് ആണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള്ളും കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ സ്പൂൺ മാവെടുത്ത് ഓരോ കുഴിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അടിഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം മുകൾ ഭാഗം വേവാൻ വേണ്ടിയിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ മുകൾ ഭാഗം കൂടെ വെന്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.